പരിശുദ്ധ മറിയം എങ്ങനെയായിരിക്കും രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ മറിയം രക്ഷകനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ രീതി ഒന്ന് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റുമോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് പറയുന്നൊരു വചനമുണ്ട്. കൃപ നിറഞ്ഞവളുടെ സ്വസ്തി, കർത്താവ് എന്നോട് കൂടെ. ഇതൊരു വചനമാണ്. അപ്പോൾ മറിയത്തെ നോക്കി ദൈവം സംസാരിച്ച ഒരു അഭിവാദനമുണ്ട്. അതിപ്രകാരം ഒരു വചനമുണ്ട്. അതിപ്രകാരമാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്, കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. അവിടുന്ന് പറയുന്നതാണ് കൃപ നിറഞ്ഞവൾ. മറിയം തന്നെ രക്ഷകന്റെ അമ്മയാകുവാനും ഈ രക്ഷകനെ കാണുവാനും വേണ്ടി ഒരുങ്ങിയ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? അത് തന്നിലേക്ക് വർഷിക്കപ്പെട്ട ദൈവിക കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ മറിയം പരിശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം മറിയം കൃപ നിറഞ്ഞവളാണ്, കൃപയുടെ പൂർണ്ണത, ഫുൾ ഓഫ് ഗ്രേസ് ആണ്. ആ കൃപ നിറഞ്ഞവളായിരുന്ന മറിയം ആ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ മറിയം പരിശ്രമിച്ചു എന്നുള്ളത് ഒന്നാമത്തെ രീതിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എന്തോരം ദൈവിക കൃപകൾ വർഷിക്കപ്പെട്ടിട്ടുണ്ട്. ഓർത്ത് നോക്കിക്കേ, ഹെബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മിലേക്ക് വർഷിക്കപ്പെട്ട ദൈവിക കൃപകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു അശ്രദ്ധ മതി നമ്മുടെ ജീവിതം എല്ലാം തീരുവാൻ എന്നുള്ളതാണ്. പൗലോസ് എങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, തന്നിലെ കുറവ് മാറുവാൻ വേണ്ടി പൗലോസ് 3 തവണ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ദൈവം പൗലോസിനോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്, നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ്. അപ്പോൾ നമുക്ക് ആവശ്യം കൃപയാണ്, ദൈവിക കൃപ. ആ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും സമയങ്ങൾ നമ്മുടെ ജീവിതം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ തന്നിലേക്ക് ദൈവം ചൊരിഞ്ഞ ആ ദൈവിക കൃപ ഒരിക്കലും മറിയം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറിയത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ മറിയം ശ്രദ്ധിച്ചു. ഇനി രണ്ടാമതായി മറിയം ശ്രദ്ധിച്ച ഒരു കാര്യം ഇതെന്ന് പറഞ്ഞു വരുന്നത്, മറിയത്തിൻ്റെ മുന്നിൽ നിന്ന് ഗബ്രിയേൽ കൃപ നിറഞ്ഞവളുടെ സ്വസ്തി, കർത്താവ് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്തപ്പോൾ ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മറിയത്തിന് പെട്ടെന്ന് പിടുത്തം കിട്ടിയില്ല. മറിയം അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ വചനത്തിൻ്റെ ഒരു ഭാഗത്തെ കടക്കാം. അത് പ്രകാരമാണ് 29-ാം വചനം, ലൂക്കാസ് 1:29. ആ വചനം പറയുന്നതാണ്, ഈ വചനം കേട്ട് മറിയം അസ്വസ്ഥയായി. ഏത് വചനമാണ്? മറിയത്തോട് പറയപ്പെട്ട, മറിയത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു വചനമാണ്, നീ രക്ഷകന്റെ അമ്മയാകുമെന്നുള്ളത്, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്നുള്ളത്, നീ കൃപ നിറഞ്ഞവളാണ്, ഇതൊക്കെ പറഞ്ഞ വചനം. ഇതെല്ലാം മറിയത്തിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടായി. ഈ അസ്വസ്ഥത എന്ന് പറഞ്ഞു വരുന്നത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലെ ആന്തരിക അർത്ഥത എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മറിയം ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനകത്ത് രണ്ടാമത് കാണുന്നൊരു കാര്യം, മറിയത്തോട് പറയപ്പെട്ട വചനത്തെ മറിയം തൻ്റെ ഓർമ്മകളിൽ നിർത്തി എന്നുള്ളതാണ്. അത് അസ്വസ്ഥപ്പെടുന്നതായിരുന്നു. ആ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ആ അസ്വസ്ഥത വചനം നമ്മൾ അസ്വസ്ഥപ്പെടുത്തണം. നമ്മൾ പറയപ്പെട്ട വചനങ്ങൾ എന്തിനാണെന്നറിയാമോ? അതിനെക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. മറിയത്തോട് പറയപ്പെട്ട വചനത്തെ മറിയം കേട്ടു എന്നുള്ളതാണ്. രണ്ടാമതാണ് ചിന്തിക്കാരം. നമ്മളോട് എന്തോരം വചനങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. ധ്യാനത്തിലൂടെ, കൺവെൻഷനിലൂടെ, ഇന്ന് മീഡിയയിലൂടെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടാനുണ്ട്. അതുപോലെ വചനം വായിക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ടും നമ്മളെ സ്വാധീനിക്കുന്നതിന് വചനം ഉണ്ടായിരുന്നു. മറിയത്തെ അസ്വസ്ഥപ്പെടുന്ന മറിയത്തെ സ്വാധീനിച്ചതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും സ്വാധീനിക്കുമ്പോഴാണ് നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നത്. ആ മറിയത്തെ എൻ്റെ ജീവിതത്തിലേക്ക് വചനം വന്നപ്പോൾ, ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, ആ കേൾവിയിലൂടെ ആ വചനത്തെ മനസ്സിലാക്കാൻ ഒരു പരിശ്രമം മറിയം നടത്തുക എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടംപോലെ വചനം കേൾക്കുന്നവരാണ്. ഏതെങ്കിലും വചനങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ടോ? ആ സ്വാധീനിച്ച വചനമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന വചനം. മറിയത്തെ സ്വാധീനിച്ച വചനങ്ങളാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. വചനത്തെക്കുറിച്ച് നമുക്ക് ഗ്രീക്ക് ഭാഷയിൽ ലോഗോസ് എന്നും റേമ എന്നും പറയാൻ പറ്റും. ലോഗോസ് എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനമാണ്, റേമ പറയപ്പെട്ട വചനമാണ്. മറിയത്തോട് പറയപ്പെട്ട വചനം റേമയായിരുന്നു, അത് പറയപ്പെട്ട വചനമായിരുന്നു. ആ പറയപ്പെട്ട വചനം മറിയത്തിൻ്റെ ജീവിതത്തിൽ ആ കേട്ട് കഴിഞ്ഞപ്പോൾ ആ കേൾവിയിലൂടെ ആ വചനം മറിയത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. അത് ദൈവമാണ്. അതിൻ്റെ പ്രത്യേകത യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം
അതിൻ്റെ 1, 2, 3 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ മറിയത്തോട് പറയപ്പെട്ട വചനം ദൈവവചനമാണ്, അത് ദൈവം തന്നെയാണ്. അതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ പറയപ്പെടുമ്പോഴും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, അത് ദൈവമാണ്, ദൈവവചനമാണ്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 1-3 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇതാ അവൻ വഴി സകലതും സൃഷ്ടിക്കപ്പെട്ടു, അവനിലൂടെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ വചനം സൃഷ്ടിക്കുന്ന വചനമാണ്. നമ്മെ സൃഷ്ടിച്ചു, നമ്മിലുള്ളതെല്ലാം ഈ ലോക സൃഷ്ടപ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച വചനമാണ് ദൈവവചനം. അപ്പോൾ ആ വചനം തന്നെ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് മറിയത്തിൽ റേമായായിരുന്ന വചനത്തെ അത് ലോഗോസായി മാറ്റി. ഹൃദയത്തിൻ്റെ വിധികളിൽ അത് വിശ്വാസത്തോടു കൂടി മറിയം അത് എഴുതി വെച്ചു എന്നാണ്. വിശ്വസിക്കുമ്പോൾ അത് ഹൃദയത്തിൽ എഴുതപ്പെടുകയാണ്. ഓരോ വചനങ്ങളും വിശ്വസിക്കുമ്പോൾ, കേൾക്കപ്പെടുന്ന ഓരോ വചനങ്ങളും നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് ലോഗോസായി മാറ്റപ്പെടണം. നമ്മുടെ ഹൃദയത്തിൽ അത് എഴുതപ്പെടണം. എഴുതപ്പെടുന്ന വചനം, വിശ്വസിക്കുന്ന വചനം എഴുതപ്പെടുകയും എഴുതപ്പെടുന്ന വചനമാണ് നാം ജീവിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ളതായി തീർന്നു. ഉദാഹരണത്തിന് ഇങ്ങനെ വായിക്കാൻ നമുക്ക് വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു വെക്കുന്ന ഒരു വചനമുണ്ട്. അത് ഇപ്രകാരമാണ്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവൻ, കേൾക്കുന്നവർ, ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് വായിക്കുന്നവരും അനുഗ്രഹിക്കുന്നത്. അപ്പോൾ മറിയം ഈ വചനം കേട്ട് കഴിഞ്ഞു. അത് മറിയം അത് മറിയത്തിൻ്റെ ഹൃദയത്തിൽ അത് ലോഗോസായി മാറ്റപ്പെട്ടപ്പോൾ മറിയം അനുഗ്രഹിക്കപ്പെട്ടവളായി. അതുകൊണ്ടാണ് മറിയത്തെ നോക്കി എലിസബത്ത് വിളിച്ചത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. കേൾക്കപ്പെട്ട വചനങ്ങൾ അത് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, വിശ്വസിച്ച വചനങ്ങൾ ലോഗോസായി ഹൃദയത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ മറിയം അനുഗ്രഹീതയായി, അനുഗ്രഹിക്കപ്പെട്ടവളായി. മറിയത്തിന് ഉദരഫലവും അനുഗ്രഹമുള്ളതായി തീർന്നു. പറയുമ്പോൾ സഹോദരങ്ങളെ, മറിയം ചെയ്ത 2ാമത്തെ രീതി വചനം കേട്ടു എന്നുള്ള ആ കേൾക്കുന്ന വചനങ്ങളെ മറിയം തൻ്റെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ ഇടവന്നു. നമ്മളെ സ്വാധീനിക്കുന്ന വചനങ്ങൾ അത് നമ്മുടെ ധ്യാന വിഷയമാകണം, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വചനങ്ങളാകണം, അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്ന വചനങ്ങളാകണം, ലോഗോസായി മാറ്റപ്പെടണം. 3-ാമതായി നമ്മൾ കാണുന്നുണ്ട് ലൂക്കാ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 29-ാമത്തെ അവസാനത്തെ ഭാഗം, അവൾ ഈ വചനത്തെക്കുറിച്ച് ചിന്തിച്ചു. എന്താണ് യഹോവയുടെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. തന്നോട് പറയപ്പെട്ട വചനം എന്താണ് എന്നവൾ ചിന്തിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവളുടെ വചനം പ്രാർത്ഥനയുടെ ഭാഗമായി. 3-ാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. അപ്പോൾ കേൾക്കപ്പെട്ട വചനം അതവൾ ധ്യാനിച്ചു. ധ്യാനിച്ച പക്ഷേ വിശ്വാസവചനമായി, വിശ്വാസവചനം ലോഗോസായി, എഴുതപ്പെട്ട വചനമായി. എഴുതപ്പെട്ട വചനം അവൾക്ക് അനുഗ്രഹത്തിന് കാരണമായി. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈ ചിന്തയാണ് പ്രാർത്ഥനയെ രൂപപ്പെടുന്നത്. ഈ കേൾക്കപ്പെടുന്ന വചനങ്ങൾ നിന്റെ ചിന്തകളാകണം. ആ ചിന്തകൾ നിന്റെ ഭാവനകളാകണം. ആ ഭാവനകൾ നിന്റെ പെരുമാറ്റങ്ങളും നിന്റെ സംസാരങ്ങളുമാകണം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ പ്രത്യേകത അത് നിന്റെ ചിന്തയാകണം. ആ ചിന്ത നിന്റെ ധ്യാന വിഷയമാകണം. ആ ധ്യാന വിഷയം നിന്റെ സംസാര വിഷയമാകണം. ആ സംസാര വിഷയം നിന്റെ പെരുമാറ്റ ശൈലിയായി മാറ്റണം. വചനം അതാ. അപ്പോൾ കേൾക്കപ്പെട്ട വചനത്തെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ മറിയം അതിനെക്കുറിച്ച് തൻ്റെ ഓർമ്മകളും ചിന്തകളും ഭാവനകളിലും അത് പ്രാർത്ഥനയായി രൂപപ്പെട്ടു എന്നുള്ളതാണ് 3-ാമത്തെ കാര്യം. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി ഈ വചനങ്ങളെ നമ്മളോട് പറയപ്പെട്ട നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവനകൾ കടന്നു വരാറുണ്ടോ? നമ്മുടെ ഓർമ്മയിൽ കയറി നിൽക്കാറുണ്ടോ? നമ്മുടെ സംസാരത്തിൽ കയറി വരാറുണ്ടോ? എങ്കിൽ ആ വചനങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന വചനത്തിൻ്റെ പ്രത്യേകത അത് ദൈവത്തോടാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുള്ളതാണ്. അപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കാരുത്, ഞാൻ ദൈവവുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ആ ഒരു ബന്ധം, ഒരു റിലേഷൻ. അപ്പോൾ ഈ ദൈവവുമായി നിരന്തരമായ കോണ്ടാക്റ്റ് എനിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പ്രാർത്ഥനയോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായി ഞാൻ ബന്ധം സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഈ ബന്ധമാണ് ദൈവിക ശക്തിയിൽ വർഷിക്കപ്പെടുന്ന കാരണമാകുന്നത്. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 7 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, മോശ പ്രാർത്ഥന രംഗമുണ്ട്. അതെവിടെയെന്ന് പറയുമ്പോൾ സമാഗമ കൂടാരത്തിലാണ്. പാളയത്തിന് പുറത്ത് കെട്ടിയ സമാഗമ കൂടാരത്തിൽ മോശ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് ദൈവ സാന്നിധ്യം മേഘരൂപത്തിൽ ഇറങ്ങി വന്നെന്നാണ് പറയുക. നമ്മുടെ സഹോദരങ്ങളെ, നാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവവുമായി ബന്ധപ്പെടുകയാണ്.
ഒരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കുക, റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴെന്ത് സംഭവിക്കുന്നു? ദൈവം എന്നിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയാകും. പ്രാർത്ഥന വഴി എന്ത് സംഭവിക്കുന്നു? ദൈവം എന്നിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബിന്റെ സ്വപ്നത്തെക്കുറിച്ച് കാണുന്നു. ആ സമയത്ത് യാക്കോബ് കാണുന്ന സ്വപ്നത്തിന്റെ പ്രത്യേകത, ഭൂമിയിൽ ഉറച്ചു നിന്ന ഗോവണി അത് ആകാശത്ത് മുട്ടി നിൽക്കുന്നതാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആകാശത്ത് മുട്ടി നിൽക്കുന്ന ഗോവണിയുടെ മുകളിൽ, ആകാശം മുട്ടിക്കുന്ന ഗോവണിയിൽ ദൈവമുണ്ട്. ദൈവം അവിടെ നിന്ന് യാക്കോബിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അബ്രാഹത്തിൻ്റെ ദൈവമാണ്, ഇസ്ഹാക്കിൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യാക്കോബിനോട് പറഞ്ഞത്. നാളെ യാക്കോബിന് ദൈവമാകേണ്ടതാണ്. അതവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അവൻ മുട്ടി നിൽക്കുന്ന ഈ ഗോവണിയുടെ പ്രത്യേകത, അവൻ ഭൂമിയിലാണ് നിൽക്കുന്നത്, പക്ഷെ മുട്ടി നിൽക്കുന്നത് സ്വർഗത്തിലാണ്, ദൈവത്തിലാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി അവൻ ഭൂമിയിലാണ് നിൽക്കുന്നത്, പക്ഷെ അവൻ്റെ ബന്ധപ്പെടുന്നത് എവിടാ? കർത്താവിലാണെന്നുള്ളതാണ്. അതുകൊണ്ട് മറിയം ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗവുമായി കണക്ട് ചെയ്തു. അതാണ് മറിയത്തിൻ്റെ പ്രാർത്ഥന. കേൾക്കപ്പെട്ട വചനത്തെ വെച്ച് മറിയം ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗവുമായി കണക്ട് ചെയ്തു. അപ്പോഴത് സംഭവിച്ചു, സ്വർഗത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം മറിയത്തിലേക്ക് ഇറങ്ങി വന്നു. ഇതാണ് നമുക്കുണ്ടാകുന്നത്. പ്രാർത്ഥന വഴി ആ ദൈവ സാന്നിധ്യം നമ്മിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരാൻ നമ്മൾ സമ്മതിക്കണം. അതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. എപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുന്നതോ അപ്പോഴൊക്കെയും ദൈവം റെഡിയായിരിക്കുകയാണ് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ, ബന്ധം സ്ഥാപിക്കുവാൻ. ഭയങ്കര ഇഷ്ടമാണ് കർത്താവിനത്. നമ്മൾ ഈ ബന്ധം സ്ഥാപിക്കാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ പ്രാർത്ഥനയിൽ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കണം. മറിയം കേൾക്കപ്പെട്ട വചനത്തെക്കുറിച്ച് കർത്താവുമായി ഒരു ബന്ധം സ്ഥാപിച്ചു പ്രാർത്ഥന വഴി. അതവളുടെ ചിന്തയുടെ ഭാഗമായി, ഓർമ്മയുടെ ഭാഗമായി, സംസാരത്തിൻ്റെ ഭാഗമായി, പെരുമാറ്റത്തിൻ്റെ ഭാഗമായി. അതായിരുന്നു അവളുടെ പ്രാർത്ഥന എന്നുള്ളത്. ഒന്നാമതായി നമ്മൾ കണ്ടു, തല്ല് വർഷിക്കപ്പെട്ട ദൈവിക കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മറിയം പരിശ്രമിച്ചു. രണ്ടാമതായി നമ്മൾ കണ്ടു, കേൾക്കപ്പെട്ട വചനം അത് ദൈവവചനം തന്നിൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചു. അത് അവളുടെ ജീവിതം മാംസം ധരിക്കണം ഇടപെടുന്നു. മൂന്നാമതായി കണ്ടു, അവൾ ചിന്തകൾ അത് ദൈവത്തിനെ ഉയർത്തി കേൾക്കപ്പെട്ട വചനത്തെക്കുറിച്ച് അവൾ ധ്യാനിച്ചിരുന്നു. അത് പ്രാർത്ഥനയായി രൂപപ്പെടും. കേൾക്കപ്പെടുന്ന വചനങ്ങളൊക്കെയും ധ്യാന വിഷയമാക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാലാമതൊരു കാര്യം നമ്മൾ കാണുന്നതാണ്, മറിയം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയെന്ന് പറയുന്നത്. എവിടെയാണ് മറിയം കൃപ കണ്ടെത്തിയത്? ദൈവസന്നിധിയിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗബ്രിയേൽ മറിയത്തിന് മുമ്പിൽ പറഞ്ഞു, മറിയമേ നീ കൃപ നിറഞ്ഞവളാണ്. ആ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മറിയം പരിശ്രമിച്ചത് എവിടെ നിന്നുകൊണ്ടാണെന്നറിയാമോ? ദൈവസന്നിധിയിൽ. പ്രിയമുള്ള സഹോദരനെ, നാലാമത് നമ്മൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. ദൈവ സാന്നിധ്യം വിട്ടകന്നു പോകാതിരിക്കുക എന്നുള്ള. അപ്പോൾ ഈ ദൈവ സാന്നിധ്യത്തിൽ മറിയം ചെലവഴിച്ചു, തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയം ഒരു കുടുംബിനിയാകുക. അപ്പോൾ ഒരു ഭാര്യയാണ്. അപ്പോൾ തൻ്റെ ഭർത്താവിന് ആവശ്യമുള്ള കാര്യം ചെയ്ത് കൊടുക്കണം, ഒരു കുടുംബത്തിൻ്റെ ആവശ്യമുള്ള കാര്യം ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ചെയ്ത സമയത്ത് എനിക്ക് ദൈവസാന്നിധ്യം എവിടെ നിൽക്കാൻ പറ്റും? ഉറപ്പായിട്ട് നിൽക്കാൻ പറ്റും. ദൈവത്തിൽ പോകണമെന്നില്ല. നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വഴി ദൈവിക ചിന്തയോടുകൂടി, പാപമേശാതെ ദൈവിക ചിന്തയോടുകൂടി നിർവഹിക്കപ്പെടുന്ന നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, നീ വീട്ടിലെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, അരി കഴുകുമ്പോൾ, അടുപ്പത്ത് അരി ഇടുമ്പോൾ, മിറ്റം അടിക്കുമ്പോൾ, തുണി കഴുകുമ്പോൾ, ആ സമയങ്ങളിലെല്ലാം കേൾക്കപ്പെട്ട വചനങ്ങളെക്കുറിച്ച് മറിയത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവമേ ഈ വചനത്തെക്കുറിച്ച് ചിന്തകളാണല്ലോ മറിയത്തിനുള്ളത്. അതുകൊണ്ട് ആ ചിന്തകൾ ദൈവ സാന്നിധ്യമായി മാറ്റപ്പെട്ടു. ദൈവിക സാന്നിധ്യം. അപ്പോൾ ദൈവിക സാന്നിധ്യം നമ്മൾ നിലനിൽക്കുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വചനം കേൾക്കണം, അതുപോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കണം, അതുപോലെ തന്നെ അത് പ്രാർത്ഥനാ വിഷയമാക്കണം. അതൊക്കെ പറയിച്ചത്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം അകന്നു പോകാതിരിക്കാൻ മറിയം പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലാണ് കൃപ കണ്ടെത്തിയത്. നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നിരന്തരം ദൈവ സാന്നിധ്യത്തിൽ ചെലവഴിച്ചു. ഈ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്തിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ ഓർമ്മകളിൽ ചെലവഴിച്ച മനുഷ്യൻ എന്നാണ് പറയുന്നത്. ദൈവിക ഓർമ്മകളിൽ. അപ്പം അങ്ങനെ ആർന്നിരിക്കണം നമ്മൾ ഓരോരുത്തരും. ദൈവിക ഓർമ്മകളിൽ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അതുകൊണ്ട് മറിയം ചെയ്ത രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു വരുന്നത് ദൈവ സാന്നിധ്യത്തിൽ ചിലവഴിച്ചു. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവിക നഷ്ടപ്പെട്ട് പോകുവാൻ മറിയം അനുവദിച്ചില്ല. അപ്പോൾ അതാണ് കണ്ട നാലാമത്തെ രീതി എന്ന് പറഞ്ഞു വരുന്നത്. വീണ്ടും നമ്മൾ കാണുന്നത് അതിനുശേഷം മറിയത്തെക്കുറിച്ച് ഈ രക്ഷകന് വേണ്ടി ഒരുങ്ങിയതിൻ്റെ ഏറ്റവും മറ്റൊരു തലം എന്ന് പറഞ്ഞു വരുന്നത് ഇപ്രകാരമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35. അപ്പോൾ പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള പ്രാർത്ഥന മറിയത്തിൻ്റെ ജീവിതം ഉണ്ടായിരുന്നു.
ഗബ്രിയേൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിന് ശക്തി നിന്നിൽ ആവസിക്കും. അസാധ്യമെന്ന് കരുതുന്ന മേഖലകളിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരലാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. 124 സങ്കീർത്തനം നമ്മൾ ചെറു പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ്. അപ്പോൾ സഹായകനാണ് കർത്താവ്, അത് പരിശുദ്ധാത്മാവാണ്. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ അയക്കുന്ന സഹായകൻ ആയ പരിശുദ്ധാത്മാവ്. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ, ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്ന പറഞ്ഞാൽ സഹായകൻ വന്നാൽ ഓർമ്മപ്പെടുത്തും, പഠിപ്പിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ, ദൈവിക കാര്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഭയെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധ മണവാട്ടി എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ, സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യവും നമ്മൾ സഹായിക്കുകയും ചെയ്യും കടന്നു വന്നു കഴിയുമ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ജീവിച്ചു എന്നാണ് മറിയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. പിന്നീട് നമ്മൾ കാണാൻ പറ്റുന്ന കാര്യം ഇതാണ്, മറിയത്തിൽ കാണാൻ പറ്റുന്നത് പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ 37-ാം തിരുവചനത്തിൽ തന്നെ നമ്മളിത് കാണുന്നുണ്ട്. മറിയം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് വെച്ചാൽ ഗബ്രിയേൽ പറഞ്ഞു, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന കർത്താവിൽ മറിയം പരിപൂർണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. വിട്ടുകൊടുത്തു, അങ്ങനെ പരിപൂർണമായി കണ്ണും പൂട്ടി വിശ്വസിച്ചു എന്നുള്ളതാണ് വേണം പറയാം. അപ്പോൾ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കാൻ ദൈവത്തിനേ പറ്റുകയുള്ളൂ. ബൈബിളിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് അബ്രാഹാം, റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 18 വചനങ്ങളിൽ ഈ അപ്പസ്തലനായ പൗലോസ് അബ്രാഹത്തെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതുണ്ട്. വളരെ മനോഹരമായിട്ടൊരു വചനങ്ങൾ അവിടെ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം. എങ്ങനെയാണ് അബ്രാഹത്തെക്കുറിച്ച് അത് പറഞ്ഞു വെക്കുന്നതിനെക്കുറിച്ച് 4-ാം അധ്യായത്തിൻ്റെ 18 വായിക്കുന്നത്. അതിങ്ങനെയാണ്, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല എന്നിട്ടും പ്രതീക്ഷയോടെ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അതാണ് അബ്രാഹാം ചെയ്ത പ്രതീക്ഷയോടെ. സാധ്യതയില്ല, പക്ഷെ പ്രതീക്ഷ. നമ്മുടെ ജീവിതത്തിൽ അത് വേണം. പലതും അസാധ്യമാണ് ഇതിൽ, പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. ഇങ്ങനെ പറയുന്നുണ്ട്, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുമെന്ന് സാറായുടെ ഉത്തരം മധ്യമാണെന്നും അറിയാമായിരുന്നെങ്കിൽ പോലും അവൻ്റെ വിശ്വാസം ദുർബലമായി പോയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട. ദുർബലമായി പോയില്ല, ചെറുതായി പോയില്ല, കുറഞ്ഞു പോയില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ സാധിക്കില്ലെന്നൊക്കെ പലരും പറയുന്നു. ചെറുതായി പോകരുത്, കുറഞ്ഞു പോകരുത്. എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ മറിച്ച് വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇതുവരെ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. മറിയത്തിൻ്റെ ജീവിതത്തിൽ ശക്തി പ്രാപിച്ചു. ഇത് തന്നെ പ്രാർത്ഥന ജീവിതത്തിൽ കാണാൻ സാധിക്കും. അവിടെ പറയുമ്പോൾ സഹോദരങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക. 2, ആ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ സാധ്യമാകുന്ന ആ വ്യക്തി, ആ ദൈവത്തിൻ്റെ പദ്ധതികൾ അത് പൂർണ്ണമായിട്ടും അത് ഏറ്റെടുക്കുക. മറിയം ദൈവിക പദ്ധതി വിശ്വസിക്കുക മാത്രമല്ല, ആ ദൈവിക പദ്ധതികളെ പരിപൂർണമായിട്ട് വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നതാണ്. ലൂക്കാ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ 38-ാം തിരുവചനത്തിൽ മറിയം പരിപൂർണമാക്കാൻ സമർപ്പിച്ചു. എല്ലാം സംഭവിച്ച ശേഷം നോക്കുക, ദൈവിക കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മറിയം പരിശ്രമിച്ചു. 2, തന്നോട് പറയപ്പെട്ട വചനത്തെക്കുറിച്ച് ധ്യാന വിഷയമാക്കി. 3, പറയപ്പെട്ട വചനങ്ങൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയായി രൂപപ്പെട്ടു. 4, ദൈവസന്നിധിയിൽ മറിയം കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ദൈവസ്ഥാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശ്രമിച്ചു. 5, സഹായകനായ പരിശുദ്ധാത്മാവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. 6, എല്ലാ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിൽ പരിപൂർണമായി ദൈവിക പദ്ധതി വിശ്വസിച്ചു, കണ്ണും പൊട്ടി വിശ്വസിച്ചു. 7, പരിശുദ്ധ മറിയം ഇങ്ങനെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് സംഭവിക്കട്ടെ.
പരിപൂർണമായ സമർപ്പണമാണ്. പരിപൂർണമായ സമർപ്പണം. ലൂക്ക 1:38 ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പരിപൂർണ്ണം വിട്ടുകൊടുത്തു. എന്ന് വെച്ചാൽ ഇനി മുതൽ ഞാനല്ല, ക്രിസ്തുവിനെ ജീവിക്കണം. അത് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പസ്തലൻ തന്നെയാണ്. ഗലാത്യർ 2:20 ഇനി മുതൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതുപോലെ ക്രിസ്തു ജീവിക്കുവാൻ വേണ്ടി പരിപൂർണമായി തന്നെ അടിയറ വെച്ചു. ഇതാ കർത്താൻ ദാസി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ ദൈവത്തിന് എന്നിൽ എന്തും ചെയ്യുവാണ് സ്വാതന്ത്ര്യമാണത്. എന്തും ചെയ്യണം സ്വാതന്ത്ര്യം. അത് വിട്ടുകൊടുക്കലാണ് സമർപ്പണത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സമർപ്പണമുണ്ടെങ്കിൽ ദൈവം എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുമ്പോൾ പറയണം, കർത്താവേ ഇനി മുതൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് രക്ഷകനാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പരിപൂർണമായി ഇറങ്ങിക്കുക. അങ്ങനെ ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് രക്ഷകൻ്റെ അമ്മയാകുവാൻ ലഭിച്ചത്. അങ്ങനെ മതി